നമസ്കാരം. ദിസ് ഇസ് ആദിത് ബാക്ക് അഗൈൻ. ഞങ്ങൾ ഡൗൺ ടൗൺ വരെ വെറുതെ പോകുന്നു. വീട്ടിലിരുന്ന് വട്ടായപ്പോൾ ഡൗൺ ടൗൺ വരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇപ്പോഴും മറ്റേ സ്ലിങ്ങിൻ്റെ ഉള്ളിൽ തന്നെയാണ് കൈ തേക്കണു. ചാക്കോച്ചൻ അയ്യോ ചാക്കോച്ച കുറെ നാളായില്ലോ വീഡിയോയിൽ വന്നിട്ട്. എന്താണ് ഇവൻ പൊതുവെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ കാണിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. സിറ്റി ഹാളിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നു. സിറ്റി ഹാൾ ഇവിടെ എല്ലാരും രാത്രി ഈ സമ്മറൊക്കെ തുടങ്ങുമ്പോൾ എപ്പോഴും നടക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. ആ ചേച്ചിമാരെ കാണിച്ച അവരുടെ വയറുള്ളതും കയ്യിലുള്ളതും ഒക്കെ കിട്ടും. ഐസ്ക്രീം വേണോ? ഐസ്ക്രീം വേണ്ട. ഇവിടെ മണി അടിക്കുന്ന കേട്ടു. മണി ആണ് നേരത്തെ പറഞ്ഞ സിറ്റി ഹാള്. അതിന്റെ ഫ്രണ്ടിൽ ഇവിടെ പഴയ ഒരു ട്രെയിൻ ഉണ്ട്. എത്ര ഈ 1095 എന്ന നമ്പറാണോ വർഷമാണോ? വർഷം 1095 വർഷത്തിലുണ്ടായ ട്രെയിനാണോ? അതെ അതെ. കനേഡിയൻ പെസിനെ കുറിച്ച് നെറ്റിൽ വായിച്ചു നോക്കിയപ്പോൾ 1913 ഈ എൻജിൻ ബിൽഡ് ചെയ്ത് നോക്കണത്. ഫസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തത് ഈ 1095 അതിൻ്റെ നമ്പറാണ്. ഇത് വിനിപ്പെഗിൽ ഓടി ഓടുന്ന എൻജിനാണ്. ഈ ഏരിയയില്ലേ അറ്റത്ത് കണ്ടോ, അത് കോൺഫെഡറേഷൻ പാർക്കിൻ്റെ, അതിന് കോൺഫെഡറേഷൻ പാർക്ക് എന്ന് പറയും. ആ കോൺഫെഡറേഷൻ പാർക്ക് പണ്ടൊരു റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു എന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇതിവിടെ വെച്ച് നോക്കണേ. പിന്നെ അത് കിങ്സ്റ്റൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ ആണെന്നും കൂടിയാണ്. ഇതിൽ തന്നെ കണ്ട ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്. ഐ ലവ് കിങ്സ്റ്റൺ ആണത്. കണ്ട കിങ്സ്റ്റൻ്റെ അവിടെ ഒരു തലയെക്കെട്ടുകാരൻ അവിടെ ടൗസർ ഇട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ബാക്കിൽ നിങ്ങൾ ഐ ലവ് കിങ്സ്റ്റൺ കണ്ടു. ഇവിടെ ട്രെയിൻ. ഇതിൻ്റെ നേരെ ഫ്രണ്ടിൽ എന്താണെന്ന് ഞാൻ കാണിച്ചത്. അതിൽ തന്നെ ഡോക്കാണ്, ബോട്ട് ജെട്ടി. ഇവിടെ എല്ലാവരും അവരുടെ പ്രൈവറ്റ് യാട്ടും പിന്നെ റെൻ്റലുണ്ട് ഇവിടെ. നമുക്ക് ഈ ബോട്ടുകൾ ഏതെങ്കിലും വേണമെങ്കിൽ റെൻ്റ് എടുത്തിട്ട് അതിന് ഒരു ദിവസത്തേക്കുള്ള ബോട്ട് ലൈസൻസും കിട്ടും നമുക്ക്. എൻ്റെ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ ഇത് ഓരോന്ന് റെൻ്റ് ചെയ്തിട്ടുണ്ട്. പെർ അവർ $140 ഒരെണ്ണത്തിന്. ഇവിടെ അവിടെ അല്ലേ, അവിടെ ഇവിടുത്തെ വേറൊരു ടൂറിസ്റ്റ് സംഭവമാണ് ഈ ടൗസൻഡ് ഐലൻഡ് ക്രൂസ്. അപ്പോൾ ആ ടൗസൻഡ് ഐലൻഡ് ക്രൂസിൻ്റെ വണ്ടി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയാൽ നമുക്ക് $35 സംതിങ് ഉള്ളൂ. അതിൽ പോയാൽ നമുക്ക് US-ൻ്റെ അടുത്ത് വരെ പോയിട്ട് വരാം. ആ വലിയ ഇതാണ് നേരത്തെ പറഞ്ഞ സിറ്റി ഹാള്. അതിൻ്റെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കോമ്പസ് കാണാം. വിൻഡിൻ്റെ ഇത് വെച്ച് നോർത്ത് സൗത്ത് ഒക്കെ കാണിക്കാനുള്ളൊരു സാധനമുണ്ട്. ഐ ലവ് കിങ്സ്റ്റൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരു മുമ്പ് ഐ ലവ് എന്ന് പറഞ്ഞൊരു ചിഹ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ സമ്മർ ആകുമ്പോൾ വീണ്ടും ആൾക്കാർ കൊണ്ട് വെക്കും. വിൻ്റർ ആകുമ്പോൾ എടുത്ത് മാറ്റിയതാണ്. ഇപ്പോൾ കിങ്സ്റ്റണിൽ മാത്രമേ ഉള്ളൂ. ആ ബാക്കിലെ ട്രെയിനും കണ്ടില്ലേ. ഈ ഹോട്ടലുണ്ടോ, അത് 1809 തുടങ്ങിയിട്ടുള്ള ഹോട്ടലാണ്. ദാറ്റ് ഷോസ് എത്ര പഴയ ടൗണാണ് കിങ്സ്റ്റൺ. കിങ്സ്റ്റൺ കാനഡയുടെ പണ്ടത്തെ ക്യാപിറ്റലും കൂടി ആയിരുന്നു ഒട്ടാവയ്ക്ക് മുമ്പ്. ഇതില്ലേ ഈ ഫ്രണ്ടിൽ നിൽക്കണ നമസ്തേ കിങ്സ്റ്റൺ, അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനേക്കാളും കൂടുതൽ ഇവന് പറയാനുണ്ടോ. അവിടുത്തെ ഫോർമർ എംപ്ലോയി ആണ്, അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. അതെ. ഇവിടെ ഒരാളിത് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ചൂണ്ടെറിഞ്ഞ്. അവനിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇവിടെ 2 ടൈപ്പ് ഫിഷിംഗ് ഉണ്ട്. ഒരെണ്ണം സ്പോട്ട് ഫിഷിംഗ്, ഒരെണ്ണം കൺസർവേറ്ററി ഫിഷിംഗ്. കൺസർവേറ്ററി ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മീനിനെ പിടിച്ച് നമ്മൾ അതിനപ്പം തന്നെ തിരിച്ചു വിടുക, ഒരു ഫണ്ണിന് വേണ്ടി പിടിക്കുന്ന സംഭവം. സ്പോട്ട് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ അതിനെക്കുറിച്ച് നല്ലൊരു വേറെ വീഡിയോ എടുക്കാം. എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഫിഷിങ്ങിന് പോണൊരു വീഡിയോ വേറെ എന്തായാലും എടുത്ത് ഞാൻ ഇടാം. ഫ്രണ്ടിൽ കണ്ടോ റോക്കി റോഡ് അവിടെ വരെ ഉണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പോകുന്നു. റോക്കി ബൈ ഫ്രണ്ട് കൂടെ നടന്നുകൊണ്ട് പോകണം. കൈയും കിട്ടി തുപ്പി. പകുതി വഴി പോലും എത്തിയിട്ടില്ല. അവിടെ എത്തി. അവിടെ ഫുള്ള് റോക്കിയാണ്, റോക്കി ബൈ ആണ്. അവരെ ഫോണിലെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് പകുതി വഴി എത്തി. പക്ഷെ ഞങ്ങളെ ഇനി തിരിച്ച് ഇതേ വഴി നടക്കുമ്പോൾ കാലിൻ്റെ അവസ്ഥയാവും. ഇപ്പം എൻ്റെ കൈ ഇപ്പോഴും സ്ലിങ്ങിൻ്റെ ഉള്ളിലാണ്. വീണ് കഴിഞ്ഞാൽ മോന്തടിച്ച് വീഴും.
ചാക്കോച്ചൻ മൂത്രം ഒഴിക്കാൻ പോകാൻ തോന്നുന്നു. ഇവിടെ ഇത് വെള്ള അവിടെ മറ്റേ റോക്കി ബ്രിഡ്ജിൻ്റെ മുകളിൽ കുറേ നേരം ഇരുന്നു. ഞാൻ അവിടെ സംസാരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിപ്പോൾ അത് ഫോണിൽ ചാർജ് ഇല്ലാന്ന് പറഞ്ഞില്ല, ഇപ്പോൾ ഫോൺ കുത്തിയിട്ടിട്ട് അത് തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ കണ്ടു, ഇവിടെ ക്ലീനിങ് നടക്കുന്നു. ഇതിനെക്കുറിച്ച് ചാക്കോച്ചന് കൂടുതൽ ആഡ് ചെയ്യാനുണ്ടാവും. ഞാൻ പറയുന്നത് ഇതിപ്പോൾ സമ്മർ ആയി കഴിഞ്ഞാൽ സമ്മറിന് മുമ്പുള്ള ക്ലീനിങ് ഇവർ ബ്രഷ് ഇട്ട് റോഡ് ഫുള്ള് തുടച്ച് റോഡിൽ ഈ വിൻ്ററിൽ ഉണ്ടാകുന്ന മണ്ണൊക്കെ ഉണ്ടല്ലോ, ഈ ലൈക്ക് മണൽ, മഞ്ഞിൻ്റെ കൂട്ടിരുന്ന മണൽ, അത് ഇവർ സമ്മർ ആവുന്നതിന് മുമ്പ് ക്ലീൻ ആക്കി തുടങ്ങും. കാരണം ബൈക്കേഴ്സ് വരുമ്പോൾ അവർ സ്ലിപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ മഴക്കാല ശുചീകരണം ഇപ്പോഴും വൈകിട്ടില്ലെന്ന് നമ്മുടെ മന്ത്രി, തലസ്ഥാനത്തിൻ്റെ തിരുവനന്തപുരത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി ശിവൻകുട്ടി പറയുന്നത്. ഏത് മഴക്കാല ശുചീകരണം ഇപ്പോഴും ഇതായില്ലെന്ന്. ഒരു മഴ പെയ്തപ്പോഴേക്കും റൂം ഫോർ റിവർ ആയി ഓൾറെഡി. അപ്പോഴാണ് ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടത്. ടച്ച് മോഡൽ ചാക്കോച്ചൻ്റെ പൊളിറ്റിക്കൽ അഭിപ്രായങ്ങളാണ്. എന്നെ ആൾക്കാർ തല്ലിക്കൊല്ലരുത്, അവനെ തല്ലിക്കൊല്ലു. അവൻ്റെ വീടിൻ്റെ അഡ്രസ് 471 പാലസ് റോഡ്. അപ്പോൾ ഇവിടെ രാത്രി ഒന്നും കഴിക്കാനില്ല. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾ ഷോപ്പേഴ്സിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചാലോ എന്ന് വിചാരിക്കും. ഇവിടെ അടുത്ത് ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് തുറന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു കഞ്ചാവിൻ്റെ ഉണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ വേറെ പോയി നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. സ്മോക്ക് ദ ഫേമസ് കഞ്ചാവ് കട. ഇതേപോലെ കുറേ കഞ്ചാവ് കട ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഓക്കെ ചാക്കോച്ചാൻ്റെ കഞ്ചാവിൻ്റെ പണം. ഐഡൻറ്റിഫിക്കേഷൻ റെഡി. ഞാൻ ഐഡി എടുത്തിട്ടില്ല. എൻ്റെ ഫോണിലാട്ടോ ഒരു വിൽക്കുന്ന സാധനം. നല്ല ലൈറ്റുള്ള ഓരോ ടൈപ്പ് ബോങ്ങാന്ന് തോന്നുന്നു. ഇതൊക്കെ എഡിബിളാണ്. തിന്നാൻ പറ്റണ ജെല്ലി, കുടിക്കാൻ പറ്റണ കഞ്ചാവ്. ഞാൻ വേറെ വീഡിയോ കണ്ടത് ഫുള്ള് ടിന്ന് നിറച്ച് കഞ്ചാവൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ ഇവിടെ എക്സ്പോസ്ഡ് ആയിട്ട് അങ്ങനെ കഞ്ചാവൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. The next day. See it? Yeah. I just don't want anybody to run over it. മീൻ പിടിക്കാൻ നോക്കാണ് വിത്ത് ഫ്രണ്ട്സ്. ഇന്നലെ ഞങ്ങളത് കഴിഞ്ഞ് വീട്ടിൽ പോയി കിടന്നു. പ്രത്യേകിച്ച് വേറെ സ്പെഷ്യലായിട്ടൊന്നും നടന്നൊന്നുമില്ല. ഇവിടെ വെള്ളം കണ്ടിട്ട് ഒരു കൂണ മീനിന് തീറ്റായിട്ട് ചിക്കൻ്റെ ഹൃദയം. യെസ്. പിന്നെ വര. അതെ, റോഡിന്റെ ഭാഗമില്ല. അതല്ല പറഞ്ഞില്ലാന്ന്. ഇതാണ് ചാൾസ്റ്റൺ ലേക്ക്. അതെ, എന്നിട്ട് വേണം ചാനൽ റിസ്ട്രിക്റ്റ് ആവാൻ. വെയിറ്റ് ആയിട്ട് ഇട്ടോക്കണമെന്ന് പറഞ്ഞത് ചിക്കൻ്റെ ഹാർട്ട് നേരത്തെ വാങ്ങിച്ചിട്ടില്ലേ, അതിന് മുറിച്ചിട്ടോക്ക. ഒരു മീനിനെ കിട്ടിയ ഭാഗ്യം. എത്ര ദൂരം പോകുള്ളത്. ഇവിടെ ആൾക്കാർ ബോട്ടൊക്കെ ഉണ്ട്. ഹോവർ ബോട്ടല്ലേ അത്? ഒരു മീൻ പിടിക്കാൻ വേണ്ടി അവർക്ക് ജെറ്റ് സ്കി ഉണ്ട് അവിടെ. ഇതൊക്കെയാണ് ലൈഫ്. ടിവിക്ക് ഒരു മീനെ കിട്ടിയിരിക്കുന്നു. കാറ്റ് ഫിഷ്. ഓ ടിവി, നൈസ് ക്യാച്ച്. ഫസ്റ്റ് ക്യാച്ച് ഓഫ് ദ ഡേ. ഇവിടെ ഇതിനെ റെസ്റ്റിൽ വെച്ച് വെയിറ്റ് ചെയ്യാണ്. അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു, അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നു. ഒരാൾ അതിൻ്റെ മുകളിൽ മണ്ണീര തപ്പിപ്പോയി. ഞങ്ങളുടെ എല്ലാം മണ്ണീര തീർന്നു. Was unsuccessful. Not unsuccessful, not satisfaction. അതെ, ഞങ്ങളുടെ മുമ്പിൽ ഒരു മൂന്നാല് മീൻ ഫ്രണ്ടിൽ ഒരു 1 hourന്റെ അടുത്ത് വണ്ടി ഓടിച്ച് വന്നതിൻ്റെ ഒരു ഗുണം ഉണ്ടായില്ല എന്ന് മാത്രം. പക്ഷെ മീൻ കിട്ടി, ഒരെണ്ണം കിട്ടി. അത് വീട്ടിൽ പോയി കറി വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം ഇത്തിരി കൂടി പ്രിപ്പയർഡ് ആയിട്ടാണ്. ഞങ്ങൾ മണ്ണീര എടുത്തില്ല, മീനിടാനുള്ള കവർ എടുത്തില്ല. പൊട്ടന്മാരുടെ പോലെ എല്ലാവരും വന്നു. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഒന്നും കൂടി വരണം. മീനുകളുണ്ട്, നല്ല രീതിയിൽ മീൻ, വലിയ വലിയ മീനുകളുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ കണ്ട് കണ്ണീര് ഒലിപ്പിക്കാൻ മാത്രം പറ്റുള്ളൂ. ആഷ്കാഷ് ഇവിടെ, ആഷ്കാഷ് സാമമുട്ട പുറത്തെടുക്കണം. വേണ്ട, അവനെ പുറത്താക്കി. സോറി, കേറ്റാണ്ടിരിക്കാൻ വേണ്ടി നോക്കിയത്.
ഇന്നലെ എന്നിട്ട് അവരുടെ വീട്ടിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയിട്ട് ആ ബാക്കി ഉണ്ടായിരുന്ന ചിക്കൻ്റെ ഹാർട്ടും മീനും പിന്നെ മീൻ പൊട്ടിച്ചപ്പോൾ മീൻ പ്രഗ്നൻ്റ് ആയിരുന്നു പാവം. അപ്പം അതിന് മുട്ടേനെ വെച്ച് മുട്ട പുറിച്ചി ഉണ്ടാക്കി, മീൻകറി ഉണ്ടാക്കി, പിന്നെ എല്ലാവരും കൂടി ഇരുന്നത് കഴിച്ച്. എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഇപ്പം തിരിച്ച് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ചെറിയ വീഡിയോ ആയിരുന്നു. വെറുതെ ഇവിടെ കിങ്സ്റ്റണിൽ പുറത്ത് നടക്കാൻ ഇറങ്ങിയ ഒരു ചെറിയ രീതിയിൽ എടുത്തതാണ്. ഞാൻ നല്ല രീതിയിൽ കിങ്സ്റ്റൺ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. മീൻ പിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള വേറൊരു വീഡിയോയും കൂടി ഇടാം. എന്നാൽ ഓക്കെ ഗൈസ്, ബൈ ബൈ.